ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററായ റെയിൻ ബസേരമേ അമൃതലാൽ വേഗഡ് എഴുതിയ നമ്മൾ ചാപ്റ്റർ പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റി കുറച്ച് നന്നായിരുന്നു, പട്കഥയൊക്കെ എഴുതിയതാണ്. ഇന്ന് ബാക്കി ആക്ടിവിറ്റീസിലേക്ക് നോക്കാം. ഇന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് ഒരു കോൺവെർസേഷനും പിന്നെ പഴഞ്ചൊല്ലുകളും ഡയറിയൊക്കെയാണ്, നോക്കിയിരിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അപരിചിത व्यक्ति के जाते ही छोटू ने दरवाजे बंद करके उस पर ताला लगा दिया. അപരിചിത വ്യക്തി എന്ന് വെച്ചാൽ പാഗലായിട്ടുള്ള ആ മനുഷ്യൻ ജാത്തെ ഹി പോയ ഉടനെ ചോട്ടു ദർവാസെ വാതിൽ അടച്ച് താഴിട്ട് പൂട്ടി. താല ലഗാ ദിയ താഴിട്ട് പൂട്ടി. ഇസേ പ്രസംഗ പർ ചോട്ടു ആർ ലേഖക കെ ബീച്ച് കി ബാത്ചീത് ലിഖെ. ഈ സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോട്ടുവും ലേഖകൻ്റെയും ഇടയിലുള്ള സംഭാഷണം എഴുതുക, അല്ലെ വാർത്താലാപ് എഴുതുക. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. നോക്കിയേ. ലേഖക്: ചോട്ടു തും ദർവാസെ ക്യോ ബന്ദ് കിയ. ചോട്ടു, നീ എന്തിനാണ് വാതിൽ ബന്ധാക്കിയത്, അടച്ചത്? ചോട്ടു പറഞ്ഞു, ഉസേ പാഗലാത്മി ഫിറായേത്തോ. ആ പാഗലായ മനുഷ്യൻ വീണ്ടും വന്നാൽ. ലേഖകൻ: മുച്ചേ ഭി ഉസ്കോ ഡർ ഥാ. എനിക്കും അവനെ ഭയമാണ്, ആ മനുഷ്യനെ. ചോട്ടു പറയാണ്, ഉസ്നെ ധമക്ക ചാബൂക്ക് സെ മാരേഗ. അവൻ ധമക്ക ഭീഷണിപ്പെടുത്തി ചാബൂക്കെ ചാട്ടവാർ കൊണ്ട് അടിക്കും എന്ന്. ലേഖക് പറയുന്നു, ഉസ്നെ പിട്ടു ഖോൽത്തെ സമയ മുച്ചേ ചിന്ത ഹുയി. പിട്ടു പെട്ടി, ഖോൽന തുറക്കുക. അയാൾ പിട്ടു ഖോൽത്തെ, അതായത് പെട്ടി തുറന്ന സമയത്ത് എനിക്ക് ചിന്ത ഉണ്ടായി. ചോട്ട് ചോദിക്കുകയാണെങ്കിൽ ആഹേ എന്താണ്? ലേഖക് പറഞ്ഞു, പിട്ടു മേം രേഖ സബ്ജി കാട്ടിനെ കാ ചാക്കു ഉസ്കെ ഹാത്ത് ലഗാ ഗയാ തോ. പിട്ടുവിലെ പെട്ടിയിൽ വച്ചിട്ടുള്ള സബ്ജി പച്ചക്കറി കട്ട് ചെയ്യുന്ന ചാക്കു കത്തി ഉസ്കെ ഹാത്ത് ലഗാ ഗയാ തോ, അവൻ്റെ കയ്യിലെങ്ങാനും കൊണ്ടാൽ. അതായത് പച്ചക്കറി കട്ട് ചെയ്യാനുള്ള ചാക്കു എന്ന് വെച്ചാൽ പെട്ടി, ആ ചാക്കു കത്തിയാണ്, അത് പെട്ടിയിലുണ്ട്, അത് അയാളുടെ കയ്യിലെങ്ങാനും കൊണ്ടാലോ എന്ന്. ചോട്ടു ടിക്ക് ഹേ, ശരിയാണ്. ഉസേ വ്യക്തി ഹമാരി സാരി ചീസേം ബാഹർ ഫേങ്കത്തെ. ആ വ്യക്തി നമ്മുടെ എല്ലാ വസ്തുക്കളും ബാഹർ, വെളിയിലേക്ക്, ഫേങ്കത്തെ എറിഞ്ഞു. ലേഖകൻ പറഞ്ഞ കിതാബും അർസെ ഖോൽക്കർ ദേഖ്നെ ബാദ് വാപ്പസ് രഗതി. അതായത് കിതാബും പുസ്തകങ്ങൾ തുറന്നു നോക്കിയതിന് ശേഷം വീണ്ടും മടക്കി തിരികെ വെച്ചു. അതായത് പുസ്തകം എടുത്തു, പെട്ടിയിൽ നിന്ന് നോക്കി, വീണ്ടും അയാളായിരുന്ന ഭാഗത്തേക്ക് തന്നെ വച്ചു. छोटू शायद ഒരുപക്ഷെ उसे समझा कि आप शिक्षक हैं, इससे व्यवहार बदल गया. ഷായദ് ഒരുപക്ഷെ ഉസേ സമച്ചാക്കി, അയാൾക്കറിയാം, അയാൾ സമച്ചിന മനസ്സിലാക്കുക എന്ന വാക്കാണ് കേട്ടോ. ഉസേ സമച്ചാക്കി, അയാൾ മനസ്സിലാക്കി കാണും. ആപ് ശിക്ഷക് ഹേ, താങ്കളൊരു അധ്യാപകനാണ് എന്ന്, അതുകൊണ്ടാണ് അയാളുടെ പെരുമാറ്റം മാറിയത് എന്ന്. ലേഖക് പറഞ്ഞു, വഹഭി ശിക്ഷിത് ആത്മീ ഫീഥ. അയാളും ശിക്ഷിത വിദ്യാസമ്പന്നനായ മനുഷ്യൻ തന്നെ ആയിരിക്കാം. ചോട്ടു പറഞ്ഞു, ടിക്ക് ഹേ, ശരിയാണ്. മുച്ചഫി ഐസ ലഗ്തത, എനിക്കും അങ്ങനെ തോന്നി. ക്യോം കി, എന്തുകൊണ്ടെന്നാൽ ഉസ്കെ മൻമേ ഗുരുവോങ്ക ആദർ ഹേ, അയാളുടെ മനസ്സിൽ ഗുരുക്കന്മാരെക്കുറിച്ച് ആദരവ് ഉണ്ട്. ലേഖക് പറയുന്നു, ഉന്നോനെ മുച്ചേ 20 പൈസ കാ സിക്ക ദിയ. എൻ്റെ ഹാത്തെ കയ്യിലേക്ക് എന്ത് ചെയ്തു? മുച്ചേ, എനിക്ക് 20 പൈസയുടെ സിക്ക അയാൾ നൽകി. അരേഹ മേരെ ജീവൻ മേ ബഹുത്ത് ബഡ ആദർ ഹേ, അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു ആദരവ് തന്നെ ആയിരുന്നു. അയാൾ എനിക്ക് എത്ര പൈസയുടെ സിക്ക ഏതെന്ന് 20 പൈസയുടെ സിക്ക നൽകി, അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു ആദരവ് തന്നെ ആയിരുന്നു. അങ്ങനെ കോൺവെർസേഷൻ അവസാനിച്ചു. ബാക്കി നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, യാത്രാവൃത്തമേ മുഹാവരെ കാ പ്രയോഗേ കഹാ ഹുവാ ഹേ വഹാം പ്രത്യേക മുഹാവരെ കാ ക്യാ അർത്ഥ മിൽത്താ ഹേ. നമ്മുടെ പാഠഭാഗത്തിൽ മുഹാവരെ പഴഞ്ചൊല്ലുകളുടെ പ്രയോഗം ഉണ്ടായിരുന്നു. എവിടേക്കെയോ ഇവിടെ തന്നിരിക്കുന്ന മുഹാവരകളുടെ അർത്ഥം എന്താണെന്ന് എഴുതുക, ഹിന്ദി അർത്ഥം. നോക്കിയ ഒന്നാമത്തെ ഉൽ ജലൂൽ ബെക്കാന, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബേക്കാർ കി ബാത്തേം കഹിന, വെറുതെയുള്ള കാര്യങ്ങൾ പറയുക. അടുത്ത രണ്ടാമത്തെ ബേ സിർ പൈർ കാ സവാൽ കർന, കിസി കി വ്യക്തിഗത ബാത്തോം കോ ജാനിനെ കി കോശിഷ് കർന, ആരുടെയെങ്കിലും വ്യക്തിഗതമായ കാര്യങ്ങൾ അറിയുവാൻ പരിശ്രമിക്കുക. അടുത്ത നോക്കിയേ. കോസഹിന, അത് പരേശാനിമേ സംയം രഖ്ന എന്ന വാക്കാണ്. പരേശാനി വ്യാകുലത എന്ന വാക്കാണ്. ഗുത്തി സുലച്ചന സമസ്യാക്കോ സുലച്ചാന. ഗുത്തി എന്ന് വെച്ചാൽ സമസ്യ, പ്രശ്നം. അടുത്ത് നോക്കിയേ. ഞാൻ മൂന്നാമത് എഴുതിയിരിക്കുന്നത് ഒരു യാത്രാ വൃത്തത്തിൽ നിന്നുള്ള ഡയറിയാണ്, അമൃതലാൽ വേഗഡിൻ്റെ
ഡയറി ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടില്ല. എന്നാലും യാത്രാവൃത്തമായതുകൊണ്ട് ഡയറി ചിലപ്പോൾ ചോദിച്ചാലോ അല്ലേ, അതുകൊണ്ട് എഴുതിയതാണ്. പോയിൻ്റാക്കി മാറ്റിയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പഠിക്കാൻ വേഗത്തിന് വേണ്ടി പോയിൻ്റാക്കി എഴുതി തന്നു. അത് എഴുതുമ്പോൾ സെൻറ്റൻസ് ആക്കി എഴുതണം ഡയറിയിൽ കേട്ടോ. വേഗെടുക്കി യാത്രാവൃത്തിക്ക് ബാരമേ ഡയറി ലിഖേ. അതിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്കറിയാം. ഡേറ്റും ഡേയും ആഡ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സുകൾ ഡയറി എഴുതിയായിരുന്നല്ലോ. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് ആജ് കെ ദിൻ മേ ഏക് ഘടന ഹുവ. ഇന്നത്തെ ദിവസം ഒരു സംഭവം ഉണ്ടായി. छोटू सहाय के साथ वर्षा के डर से पदोड़ा गाँव में रुका. അതായത് ചോട്ടു എന്ന സഹായകൻ്റെ കൂടെ വർഷ മഴയെ ഭയന്ന് പതോട എന്ന ഗ്രാമത്തിൽ തങ്ങി താമസിച്ചു. മന്ദിർ കെ ദർവാസെ ഹമാരെ റെയിൻ ബസേര ഥ. മന്ദിരത്തിൻ്റെ വരാന്ത ഞങ്ങളുടെ റെയിൻ ബസേരെ ആയിരുന്നു അഭയകേന്ദ്രമായി മാറി. രാത് മേ പാഗലാത്മി മേരെ പാസ് ലേട്ട. രാത്രിയിലെ ഭ്രാന്തനായ മനുഷ്യൻ എൻ്റെ എൻ്റെ അരികിൽ കിടന്നു. ഹമാര പിട്ടു ഖോൽക്കറെ സാരി ചീസേം ബാഹർ ഫേങ്കെ. ഞങ്ങളുടെ പിട്ടു പെട്ടി തുറന്ന് എല്ലാ വസ്തുക്കളും വെളിയിലേക്ക് എറിഞ്ഞു. കിതാബേം ഖോൽക്കറെ വാപ്പസ് രേഖ. കിതാബേം പുസ്തകങ്ങൾ ഖോൽക്കർ തുറന്ന് തിരികെ വച്ചു. മെയിൻ ശിക്ഷകെ സമച്ചനയ്ക്ക് ബാദ് ഉസ്കാ വ്യവഹാർ ബദൽ ഗയ. ഞാൻ അധ്യാപകനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അയാളുടെ പെരുമാറ്റം മാറി. വഹ മേരെ മുട്ടി കോൽക്കറെ 20 പൈസ കാ സിക്ക രഖ. അയാളെൻ്റെ കൈപ്പത്തിയുടെ ഭാഗമാണ്, അവിടെ തുറന്ന് 20 പൈസയുടെ ഒരു സിക്ക നാണയം വച്ചു. നക്കെ ഹം ലൗട്ടെ സമയ മേരെ പാവ് പരെ ചുക്ക് കർ പ്രണാം കിയ. ഹം ലൗട്ടെ ഞങ്ങൾ മടങ്ങിയ സമയത്ത് എൻ്റെ പാവ് കാലിലെ ചുക്കർന്ന് വെച്ചാൽ തൊട്ട് പ്രണമിക്കുകയും ചെയ്തു. വഹയേക്ക് ഗുരു കോ നഹീം തമാ ഗുരുവോങ്ക ആദരെ. അദ്ദേഹം ഒരു ഗുരുവിനെ മാത്രമല്ല തമാം നച്ചാ പൂര മൊത്തം ഗുരുക്കന്മാരെയും ആദരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കുറച്ച് പോയിൻ്റുകൾ എഴുതി തന്നു. അത് സെൻറ്റൻസ് ആയിട്ട് ഡയറിയിൽ എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.